ഞാൻ പറയുന്നത് നെവർ. റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ടാവില്ല നമുക്ക്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവരോട് ചോദിച്ചു, എവിടെയാണ് നിങ്ങൾക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നത്? ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല. പ്രധാനമായുള്ള കാര്യം, നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമല്ല. അതായത് ഇവരൊരു കൊലപാതകത്തിൻ്റെ കഥയാണ് പറയുന്നത്. ആരെ കൊന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ടാണ് അവർ ക്ലൈമാക്സിലേക്ക് പോയേക്കണത്. അതെങ്ങനെ ശരിയാവും? ഈ കഥാകൃത്ത് അറിഞ്ഞിരിക്കണം ആരാ കൊന്നതെന്ന്. ഓഡിയനോട് പറയണ്ട. കഥാകൃത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ആരായിരുന്നു ആ ക്രൈം ചെയ്തത്. ഇദ്ദേഹം പറയുന്നത് ജനം അറിയുന്നില്ല അതെന്നാണ്. അതുകൊണ്ട് ഇയാൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ റൈറ്റേഴ്സ് ബ്ലോക്ക് വരും. അപ്പം A to Z തലയിൽ വെച്ചിട്ട് വേണം എഴുതാനിരിക്കാൻ, അല്ലെങ്കിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് ഉറപ്പാണ്. ഒരുപാട് പേപ്പറുകൾ ഇങ്ങനെ എഴുതും ചുരുട്ടിക്കൂട്ടി അങ്ങനെയാണ്. അത് വെറുതെ. നമുക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അതാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പം നമ്മളൊരാൾക്ക് ഒരു കത്ത് എഴുതുകയാണ്, നാളെ 10 മണിക്ക് എറണാകുളത്ത് വരണം, അത്രയേ ഉള്ളൂ അതിൻ്റെ കോണ്ടന്റെങ്കിലും നമ്മളത് എഴുതി. ഇത് റൈറ്റേഴ്സ് ബ്ലോക്ക്. അതിന് എന്ത് വരാനാണ്? അത് ചുട്ടിക്കുട്ടി കളയേണ്ട കാര്യമില്ല. വല്ല ഹാൻഡ് റൈറ്റിംഗ് മോശമായെങ്കിൽ മാത്രം കളഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മൾ കഥ എഴുതേണ്ടത്. വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം, നമുക്കുണ്ടായിരിക്കണം. അത് A to Z എന്ന് പറഞ്ഞാൽ ആദ്യം മധ്യ അന്തം, ഇത് മൂന്നും ഉണ്ടായിരിക്കണം. മദ്യം എന്ന് പറയുന്ന ലൈഫാണ്, അത് കൃത്യം പഠിച്ചിരിക്കണം. കോൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്, അത് മുഴുവൻ നമ്മുടെ തലയിലുണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് എഴുതാനിരിക്കാവും. ഇതാണ് ഒന്നാമത്തെ എൻ്റെ ഉപദേശം. എന്താണെന്ന് വെച്ചാൽ അതില്ലാതെ ഇരിക്കുന്നവന് വെറുതെ പേനയും പേപ്പറും മാത്രം കയ്യിലുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഇരിക്കരുത്.